മലയാളം ബിഗ് ബോസ് സീസൺ 4-ലെ ശ്രദ്ധേയ മത്സരാർത്ഥിയും റണ്ണറപ്പുമായ ബ്ലെസ്ലിയുടെ അറസ്റ്റ് കേരളത്തിലെ സൈബർ ക്രൈം ലോകത്ത് നടക്കുന്ന വൻ തട്ടിപ്പുകളുടെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. കാക്കൂർ സ്വദേശിയായ യുവാവിൽ നിന്ന് സൈബർ തട്ടിപ്പ് വഴി കൈക്കലാക്കിയ 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും കാംബോഡിയയിലേക്കും കടത്താൻ സഹായിച്ചതിനാണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം ബ്ലെസ്ലിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രശസ്തിയുടെ മറവിൽ നടന്ന ഈ ക്രിമിനൽ പ്രവർത്തനം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പുതിയ തലങ്ങളെയാണ് തുറന്നു കാണിക്കുന്നത്. കോഴിക്കോട് റൂറൽ മേഖലയിൽ ഗുരുതരമായി സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപകമാകുന്നു എന്ന വിവരത്തെ തുടർന്നാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ആദ്യം പോയിരുന്നത് ജാർഖണ്ഡിലെ ആദിവാസി മേഖലകളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു. ഈ പാവപ്പെട്ട ആദിവാസികളെ മുന്നിൽ നിർത്തി പ്രവർത്തിച്ചിരുന്നത് വൻകിട തട്ടിപ്പ് സംഘമായിരുന്നു. കാക്കൂരിൽ രജിസ്റ്റർ ചെയ്ത 6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിന്റെ അന്വേഷണത്തിൽ പണം ബംഗളൂരിലെ ഒരു അക്കൗണ്ടിലേക്കാണ് പോയതെന്നും കണ്ടെത്തി. ഇവിടെ ഇരിട്ടി സ്വദേശിയായ ആദിൽ എന്നയാളുടെ അക്കൗണ്ടിലാണ് പണം എത്തിയിരുന്നത്. ഇതിന് പിന്നാലെ ചെക്ക് വഴി ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചു. സൈബർ ക്രിമിനലുകൾ തട്ടിയെടുക്കുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും കാംബോഡിയയിലേക്കും കടത്തുന്നത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ അന്താരാഷ്ട്ര പണം ഇടപാടിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ വരെ പോലീസ് കണ്ടെത്തി. എന്നാൽ രാജ്യത്തിന് പുറത്തുള്ള വിഷയമായതിനാൽ അന്വേഷണം ദുഷ്കരമായിരുന്നു. ബംഗളൂരിലെ ആദിലിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്തിരുന്നത് ബ്ലെസ്ലിയും സഹദ് എന്നയാളുമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തട്ടിയെടുത്ത 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റാനാണ് ബ്ലെസ്ലി സഹായിച്ചത്. പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടോ സ്വാധീനമോ ഉപയോഗിച്ച് ഈ ക്രിമിനൽ ശൃംഖല നിയമപരമായ മറ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായും സംശയിക്കുന്നു. അന്വേഷണം ബ്ലെസ്ലിയിലേക്ക് നീങ്ങുമ്പോൾ ഇദ്ദേഹം ചൈനയിലായിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് പോലീസ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം കാക്കൂർ പോലീസിൽ എത്തിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ അടങ്ങിയ റാക്കറ്റ് വളരെ വലുതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ കേസ് ഇന്ത്യൻ സൈബർ ക്രൈം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണി മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തട്ടിപ്പ് പണം എത്തിക്കുന്നതിനായി സൈബർ സംഘങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. ഗെയിമിങ്ങിലൂടെ എളുപ്പവഴികളിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. സുഹൃത്തുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇവർ വാടകയ്ക്കെടുക്കാൻ ഉപയോഗിക്കുന്നു. തട്ടിപ്പ് പണം അക്കൗണ്ടിൽ എത്തുമ്പോൾ അത് ATM വഴി പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. ഓരോ തവണയും 10,000ങ്ങളാണ് കമ്മീഷനായി ലഭിക്കുക. കാര്യമായ പണം കൈമാറ്റം നടക്കാതെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് വലിയ തുക എത്തുകയും നിമിഷങ്ങൾക്കകം അത് പിൻവലിക്കുകയും ചെയ്യുന്നതിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അക്കൗണ്ട് വിവരങ്ങൾ തേടി ഇറങ്ങിയപ്പോഴാണ് ഇത് വാടക അക്കൗണ്ടാണെന്ന് ഉറപ്പിച്ചത്. നേരത്തെ ഉത്തരേന്ത്യക്കാർ മലയാളികളെ തട്ടിപ്പിന് ഇരയാക്കിയെങ്കിൽ ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടുന്ന വലിയ സൈബർ ക്രിമിനൽ റാക്കറ്റുകൾ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. മലയാളികളുടെ വലയിൽ ഉത്തരേന്ത്യക്കാരും വീഴുന്നുണ്ട്. വാടകയ്ക്ക് അക്കൗണ്ടുകൾ നൽകി കമ്മീഷൻ പറ്റുന്ന സംഘങ്ങളിലും വ്യാജ ട്രെൻഡിംഗ് ആപ്പുകൾ നിർമ്മിച്ച് കോടികൾ തട്ടുന്നവരിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ സീഹഡ് ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഈ ഓപ്പറേഷൻ ഒരു ദിവസം കൊണ്ട് മാത്രം 250-ലധികം മലയാളികളെയാണ് വിവിധ കേസുകളിലായി പിടികൂടിയത്. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിലും നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുന്നതിലും അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. സൈബർ തട്ടിപ്പിനെതിരെ അന്വേഷണ ഏജൻസികൾ പ്രതിരോധ കോട്ട കിട്ടുമ്പോഴും രാജ്യത്ത് നഷ്ടമാകുന്ന പണത്തിന്റെ 10% താഴെ മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുന്നുള്ളൂ. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുള്ള അതിവേഗ കൈമാറ്റം കാരണം തട്ടിപ്പ് പണം എളുപ്പത്തിൽ ട്രേസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇത് കൂടുതൽ പേർക്ക് തട്ടിപ്പിനിറങ്ങാൻ ഒരു പ്രോത്സാഹനമാകുന്നു. ക്രിപ്റ്റോ കറൻസിയാക്കി പണം ചൈനയിലേക്കും കാംബോഡിയയിലേക്കും കടത്തുന്നത് പോലുള്ള അന്താരാഷ്ട്ര ഇടപാടുകൾ അന്വേഷണ ഏജൻസികളുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്യുന്നതാണ്. വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുമായി സഹകരിച്ചുള്ള അന്വേഷണം സമയമെടുക്കുന്നതും ദുഷ്കരവുമാണ്. ഈ കേസിൽ പോലീസ് സ്വീകരിച്ച തന്ത്രം ശ്രദ്ധേയവുമാണ്. പതിവിൽ നിന്നും വിപരീതമായി പരാതി ലഭിച്ച ശേഷമായിരുന്നില്ല അറസ്റ്റ്. 3 മാസം നീണ്ട നിശബ്ദ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികളിലേക്ക് എത്തിയത്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് ഫലം കണ്ടത്. ഗായകനും സംഗീത സംവിധായകനും ബിഗ് ബോസ് താരവുമായ ബ്ലെസ്ലിക്ക് വിദേശ രാജ്യങ്ങളിലടക്കം വലിയ സ്വാധീനമുണ്ട്. ഈ പ്രശസ്തി അന്താരാഷ്ട്ര സൈബർ ക്രൈം റാക്കറ്റുകൾക്ക് നിയമപരമായി മറ സൃഷ്ടിക്കാനും പണം കൈമാറ്റം എളുപ്പമാക്കാനും സഹായിച്ചിരിക്കാം. പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകാനുള്ള സാധ്യതയുമുണ്ട്. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നിലെ റണ്ണറപ്പാണ് ബ്ലെസ്ലി. അദ്ദേഹത്തിന്റെ അറസ്റ്റ് സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ എത്രത്തോളം വിപുലമായ ശൃംഖലയാണ് ഉപയോഗിക്കുന്നതെന്നും പ്രശസ്തരും അജ്ഞാതരും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നു എന്നതിന്റെയും ചിത്രം വ്യക്തമാക്കുന്നു.